ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾറെഡി തമ്പലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാര്യം. അതേ, നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ഉള്ളതെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ചാനലിലൂടെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം, ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ വിപുലീകരിച്ച് ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ 3000 അല്ലെങ്കിൽ 4000 വാച്ചിങ് അവേഴ്സ് വേണം. അതുപോലെ തന്നെ 500 അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യാൻ എന്തൊക്കെ വഴിയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ പറയാം. നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ആഡ് ചെയ്യണം ചാനലിൽ. ഒരു ദിവസം 1, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷോർട്സ് വീഡിയോ, ചവറ് പോലെ വീഡിയോസ് ഇടാതെ വ്യൂസ് കിട്ടുന്നതനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഷോർട്സ് വീഡിയോയിലൂടെ മാത്രമാണ് വരുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവും. പക്ഷെ വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പാടാണ്. വാച്ചിങ് അവർ ഒരിക്കലും ഷോർട്സ് വീഡിയോ വഴി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 3 മില്യൺ അതിപ്പോൾ എല്ലാവരെയും കൊണ്ട് സാധിക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് തന്നെ മസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്ത് നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലൈ ചെയ്യാതിരിക്കുക. അത് മോണിറ്റൈസേഷൻ വരുമ്പോൾ അത് പ്രശ്നമാവും. അപ്പോൾ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ് ഉള്ളത്. അതൊന്ന് നമ്മൾ തന്നെയാണോ എന്നറിയാം, തിരിച്ചറിയാൻ വേണ്ടി ഒരു ഫിംഗർ പ്രിന്റ് നമ്മുടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ്. ഈ ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗൂഗിൾ കോഡ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരുവാണ്. ഈ 2 വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആഡ്സെൻസിലേക്ക് ലിങ്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി 3 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് പോളിസീസ് ആണ്. യൂട്യൂബ് പോളിസീസ് നമ്മൾ എഗ്രി ചെയ്തത് നിങ്ങൾ പ്രത്യേകം അവർ പറയുന്നുള്ളൂ. കെയർഫുള്ളി റീഡ് എന്ന് പറയുന്നത് നിങ്ങൾ കെയർഫുള്ളി ആയിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ആ മോണിറ്റൈസേഷന്റെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എഗ്രി ചെയ്ത് വിടുക. എഗ്രി ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഡൺ എന്നൊരു ഓപ്ഷൻ വരും. അപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ വരെ നമ്മൾ ആഡ്സെൻസിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ യൂട്യൂബിലുള്ള നെയിം തന്നെയല്ല, നമ്മുടെ ID പ്രൂഫിൽ എങ്ങനെയാണോ നമ്മുടെ പേര് ആ നെയിം തന്നെ അതുപോലെ അടിച്ചു കൊടുക്കണം. പിന്നെ അഡ്രസ്സ്, പോസ്റ്റ് കോഡ്, പിന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റി ഏതാണോ, പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ, ഇതെല്ലാം ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1.5 ഡേയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് വരും. അപ്പൊ സക്സസ് ആയെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് 3ാമത്തെ ഓപ്ഷനാണ് എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു പ്രശ്നം. അതിലാണ് എനിക്കും പണി കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം യൂട്യൂബ് നിങ്ങളുടെ ചാനൽ 3ാമത്തെ ഓപ്ഷനിൽ അനലൈസ് ചെയ്യുകയാണ്. ഫുള്ളായിട്ട് നിങ്ങളുടെ ചാനൽ എന്തൊക്കെ ക്രിയേഷൻ ആണ് നടന്നിരിക്കുന്നത്, സ്വന്തം കണ്ടന്റ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവരുടെ കണ്ടന്റ് എന്തെങ്കിലും എടുത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് യൂട്യൂബ് പരിശോധിക്കാൻ പോകുന്നത്. അത് ഏകദേശം 1 മന്തിനുള്ളിലാണ് മൊത്തം നമുക്ക് മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു തരുന്നത്. ഏകദേശം 2 or 3 ഡേയ്സിൽ നമുക്ക് മെയിൽ ഐ ഡിയിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എലിജിബിൾ ആണോ എന്നറിയാൻ പറ്റും. അപ്പൊ എന്റെ ചെക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, യു ആർ നോട്ട് എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ, യൂട്യൂബ് മോണിറ്റൈസേഷൻ. അപ്പം അതിന്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ വിഷമിച്ചു പോകും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്തതിന് നമുക്ക് ആർക്കാണെങ്കിലും അത് അങ്ങനെ ഒരു മെയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം നമ്മൾ എലിജിബിൾ ആണെന്നൊരു മെയിൽ ഐ ഡി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ അവർ കുറെ ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഫസ്റ്റ് മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിൽ വരുന്നത്. അപ്പം അവർ എന്താണ് വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ മോണിറ്റൈസേഷൻ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് വന്നേക്കുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ്. ഞാൻ വേറൊരാളുടെ കണ്ടന്റ് റീയൂസ് ചെയ്തിട്ടുണ്ട്. ശരിയാണത് എന്റെ തെറ്റ് തന്നെയാണ്. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വേറൊരാളുടെ കണ്ടന്റ് അതേപോലെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ അതേപോലെ കണ്ടന്റ് എടുത്ത്, നമ്മൾ എന്തെങ്കിലും തിരുത്തലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതേപോലെ നമ്മൾ കണ്ടന്റ് എടുത്ത് ഞാൻ റീയൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരുടെ വീഡിയോസിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ 2 minutes 3 minutes എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ഒരാളുടെ വീഡിയോസ് അതേപോലെ തന്നെ അവരുടെ കണ്ടന്റോടുകൂടി നമുക്ക് ഇടാൻ സാധിക്കത്തില്ല. അപ്പൊ ഇനി അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ആരും ഇടാതിരിക്കുക. അത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ അത് പ്രോബ്ലം തന്നെയാണ്.
അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം തൊട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ എങ്ങനെയെങ്കിലും 3000 അല്ലെ 4000 മണിക്കൂർ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആകും, ആഡ്സെൻസിലേക്ക് നമ്മളെ ലിങ്ക് ആഡ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് അപ്പീലിന് ആദ്യത്തെ അവർ തരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. അത് അപ്പീലിന് പോകാനുള്ള ഓപ്ഷൻ ഓൺ ആയി കിടക്കുകയാണ്. അപ്പീലിന് പോകാൻ പറ്റും. അപ്പീലിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് തെറ്റാണ്, നമ്മൾ കണ്ടന്റ് ഒന്നും റീയൂസ് ചെയ്തിട്ടില്ല, നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അല്ലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ മോണിറ്റൈസേഷൻ പേജിൽ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് നമ്മുടെ മോണിറ്റൈസേഷൻ പേജിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. പക്ഷെ അവർ പറയുന്നത് ശരിയാണ്, ഞാൻ കണ്ടന്റ് റീയൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അപ്പീലിന് പോകുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, എനിക്ക് നെക്സ്റ്റ് മന്തിൽ എനിക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ മോണിറ്റൈസേഷൻ പേജ് എനിക്ക് റീ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും കിട്ടും. അപ്പൊ അതിന് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ, അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തും കുറെ കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. കണ്ടീഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ഈ ചാനൽ യൂട്യൂബ് ചാനൽ നമ്മൾ ഒന്ന് റീ എഡിറ്റ് ചെയ്യണം. മൊത്തത്തിൽ നമ്മൾ ഏതെങ്കിലും കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്യണം. ആ മണിക്കൂർ അപ്പം നമുക്ക് കട്ടായി പോകും. ആ മണിക്കൂർ നമ്മൾ വീണ്ടും ആഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് അതുപോലെ എടുത്തിടാതിരിക്കുക. മാക്സിമം ഇപ്പൊ ഷോർട്സ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഷോർട്സ് വീഡിയോസ് എടുത്തിട്ടാണെങ്കിലും ഞാൻ കുറെ മറ്റുള്ളവരുടെ ഷോർട്സ് വീഡിയോസ് എടുത്തിട്ട് അതിന് ലോങ് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ വോയിസ് ഓവർ ആണ് കൊടുത്തത്. നമ്മൾ മറ്റുള്ളവരുടെ ഷോർട്സ് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ പ്രശ്നമില്ല, പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ വോയിസ് ആ കൊടുത്തെന്ന് പറഞ്ഞ് ഇട്ടെങ്കിൽ പോലും അത് പ്രശ്നമാവും. എനിക്ക് 2-3 വീഡിയോസിന് അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർ ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്ത് വീഡിയോ ഇട്ടു, പക്ഷെ കോപ്പിറൈറ്റോ കോപ്പി സ്ട്രൈക്കോ ഒന്നും നമുക്ക് യൂട്യൂബ് തരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പ്രോബ്ലമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്ത് അവർക്ക് പ്രശ്നമില്ല, അവർ കോപ്പിറൈറ്റോ കോപ്പി സ്ട്രൈക്കോ ഒന്നും അടിക്കുന്നില്ലെങ്കിൽ പോലും മോണിറ്റൈസേഷനിൽ വരുമ്പോൾ യൂട്യൂബിന് അത് കുഴപ്പമാണ്. അപ്പം അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും നമുക്ക് മോണിറ്റൈസ് ചാനലിന് ആഡ്സെൻസ് തരത്തില്ല. അപ്പൊ നിങ്ങൾ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ആദ്യത്തെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിന് നെക്സ്റ്റ് നമ്മൾ 3 ഓപ്ഷനാണ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. ആദ്യത്തത് യൂട്യൂബ് പോളിസീസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആഡ്സെൻസിലേക്ക് നമ്മുടെ അഡ്രസ് എല്ലാം ലിങ്ക് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് പ്രൂഫ് നോക്കി തന്നെ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 3ാമത്തെ ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇതാണ് പ്രോഗ്രസ് ചെയ്ത് 1 മാസത്തിനുള്ളിലാണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മെയിലായിട്ട് അയച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ നിങ്ങൾ വേറെ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് തരത്തില്ല. അപ്പൊ എനിക്ക് ഒരു ഓപ്ഷനും കൂടെ തന്നിരിക്കുകയാണ്. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീ അപ്ലൈ ചെയ്യണമെങ്കിൽ ചാനൽ ഫുള്ളേ ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഫുള്ളേ ഇപ്പൊ ഏകദേശം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിന് എങ്ങനെ വ്യൂ കിട്ടുന്നു അതനുസരിച്ചായിരിക്കും എനിക്ക് നെക്സ്റ്റ് മന്ത് 13-ാം തീയതി കഴിയുമ്പോൾ മാത്രമേ റീ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി കിട്ടത്തുള്ളൂ. അപ്പം മാത്രമേ നമുക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പൊ ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മൾ ഇത്രോ ആക്കിയതാണ്, ഇനി ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകത്തേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ആയിട്ട് ഇടാൻ മറക്കാതിരിക്കുക. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഷോർട്സ് വീഡിയോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യും, കമന്റ് ഇടുകയൊക്കെ ചെയ്യും. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത്രയും ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം മോണിറ്റൈസേഷൻ പോയിട്ടില്ല, നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ പേജിൽ അങ്ങനെ മോണിറ്റൈസർ എന്ന് പറഞ്ഞ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് നമ്മൾ തിരുത്തി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി അടുത്ത വിശേഷമായിട്ട് നമുക്ക് കാണാം.